നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇതാണ് കൊട്ടാരക്കര ചന്ത പുതുക്കി പണിയുന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലം നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഒന്നുമല്ല, നഗരത്തിന്റെ ഒത്ത നടുക്ക് തന്നെയാണ്. വെറും 6 മാസത്തിനുള്ളിൽ പുതിയ ചന്തയുടെ പണി പൂർത്തിയാക്കി കച്ചവടക്കാർക്ക് തുറന്നു കൊടുക്കുമെന്ന് വീരവാദം മുഴക്കിയ നഗരസഭാ അധികൃതർ ഈ കാഴ്ച കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണോ? പുതിയ ചന്തയുടെ പണി ഉടൻ പൂർത്തിയാക്കുമെന്ന മോഹന വാഗ്ദാനം നൽകി കച്ചവടക്കാരെ മറ്റൊരു താൽക്കാലിക സ്ഥലത്തേക്ക് മാറ്റിയ നഗരസഭാ അധികൃതർ ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ചന്തയുടെ പണി പൂർത്തിയാക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ചന്തയുടെ ദയനീയ സ്ഥിതി കാരണം നാട്ടുകാർക്ക് അതുവഴി നടക്കാൻ പോലും പറ്റുന്നില്ലെന്നായി. ആളുകൾക്ക് മാലിന്യം കൊണ്ടുതള്ളാനുള്ള ഒരു സ്ഥലമായി ചന്ത ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ആഹാരം തേടിയെത്തുന്ന തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഈ ചന്തയിൽ നിന്നും ഇറങ്ങിച്ചെല്ലുന്നിടത്ത് തന്നെയാണ് നഗരമധ്യത്തിലെ ബസ് സ്റ്റോപ്പും മറ്റ് കടകളുമൊക്കെ. നായകളുടെ ആക്രമണത്തെ ഭയന്നാണ് ഇതുവഴി ആളുകൾ സഞ്ചരിക്കുന്നത്. ചന്തയ്ക്കുള്ളിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് ഇതിനോടകം തന്നെ നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഇന്ന് വരെ ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. കച്ചവടക്കാർ നല്ല രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. അവർക്കിവിടം എത്രയും വേഗം പുതുക്കി പണിത് തിരികെ നൽകണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. താൽക്കാലികമായി നൽകിയ ചന്തയിൽ കച്ചവടം നടക്കുന്നില്ലെന്ന പരാതി ഉയരാൻ തുടങ്ങിയിട്ടും നാളുകളായി. ഈ സാഹചര്യത്തിൽ കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കാതെ നഗരമധ്യത്തിലെ ചന്തയെ മാലിന്യം കൊണ്ടുതള്ളാനുള്ള ഇടമാക്കി മാറ്റാതെ അധികാരികൾ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.